ഹായ് നമസ്കാരം. ഫൺ ഫാക്ട്സ് ആൻഡ് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. പനീർ ബട്ടർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ആവശ്യമുള്ളത് 2 വലിയ സവാളയും ഒരു ചെറിയ സവാളയാണ്. ഞാനിവിടെ അതിൻ്റെ വലുപ്പം അനുസരിച്ച് 4 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് 2 വലിയ സവാളയും ഒരു ചെറിയ സവാളയും എടുത്താൽ മതി. പിന്നെ തക്കാളി വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എടുക്കുക. അതല്ല ഒരു മീഡിയം സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കുക. പിന്നെ നമുക്ക് 2 പച്ചമുളക് വേണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഉപ്പ് വേണം, പൊടി ഉപ്പ് വേണം. പിന്നെ ഞാൻ ഒരു 50 ഗ്രാം കാഷ്യൂ എടുത്തിട്ട് അത് കുതിർത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കുക. അതിനുശേഷം അത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 2 ടീസ്പൂണ് 2 സെയിം അളവിലെടുക്കുക. തക്കാളി നമ്മൾ വലിയ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുശേഷം ഒന്ന് അരച്ചെടുക്കുക. അടുത്തത് പച്ചമുളക് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു വലിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ബട്ടറിൻ്റെ കൂടെ കുറച്ച് പാം ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടറും ഓയിലും ഒഴിച്ചതിന് ശേഷം കുറച്ച് സവാള ആഡ് ചെയ്തിട്ടുണ്ട്. സവാള ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. അതിനുശേഷം ബാക്കിയുള്ള സവാളയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഗരം മസാല ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ പട്ടയും ഗ്രാമ്പും കൂടെ
വെള്ളം തിളക്കുന്ന സമയത്ത് ഈ കറി തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അതല്ല നിങ്ങൾ സാധാരണ ഗരം മസാലയാണ് ഉള്ളതെങ്കിൽ ഗരം മസാല ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ ഒരു ബ്രൗൺ കളറിലേക്ക് ഉള്ളി മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യും. നമ്മൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രയും വെള്ളം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അതവിടുന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് 4 ഭാഗം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പനീർ നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും. 200 ഗ്രാം പനീർ വെള്ളത്തിലിട്ട് വെച്ചാണ്, അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ ബട്ടർ ഒഴിച്ച് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഈ കറിയിൽ നമുക്ക് അവസാനം കസ്തൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. കസ്തൂരി മേത്തി നമ്മൾ പൊടിച്ചാണ് ചേർക്കുക. അപ്പോൾ പനീർ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ കസ്തൂരി മേത്തി കുറച്ചൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ കസ്തൂരി മേത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അത് നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ കറി മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പനീർ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറി നമ്മൾ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പനീർ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. പനീർ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എത്ര ഇതിൽ നമ്മൾ ഒരു 4 ഗ്രാമ്പു പിന്നെ പട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാമ്പു ഒരു 4-5 ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം അത് കംപ്ലീറ്റ് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. അതായത് നമ്മൾ നേരത്തെ ചേർത്ത ഒരു 2 കപ്പ് വെള്ളം അതിന് കൂടെ ഇപ്പോൾ ഒരു 1/2 കപ്പും കൂടെ 2.5 കപ്പ് വെള്ളം ഓൾമോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യും. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്
ഈ നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ സോസും പിന്നെ ബാക്കിയുള്ള മസാല എല്ലാം കൂടെ ഏകദേശം ഒന്ന് ബാലൻസ് ആയി വരും. പനീറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അധികമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് കസ്തൂരി മേത്തി പൊടിച്ച് ആഡ് ചെയ്യണം. കസ്തൂരി മേത്തി നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്തൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് ഈ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. സ്വല്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പനീർ ബട്ടർ മസാല ഓൾമോസ്റ്റ് റെഡിയായി. ഈ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ അളവിൽ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് ഇട്ട ബട്ടർ അതിൻ്റെ അകത്തേക്ക് മെൽറ്റായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞ് ചേർക്കാം. മല്ലിച്ചപ്പ് നല്ല ഫൈൻ ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ക്രീമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് വേണമെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കറക്റ്റ് ആയിരിക്കാനാണ് ചാൻസ്. ഉപ്പ് ഓൾമോസ്റ്റ് കറക്റ്റാണ്. നമ്മൾ നേരത്തെ ആഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പനീർ ബട്ടർ മസാല എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.